നമസ്കാരം. കേരളത്തിൽ വീണ്ടും അതിവേഗ റെയിൽ പാതയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാവുകയാണ്. അതിവേഗ റെയിൽപാത എന്ന ആശയത്തിന്റെ ചർച്ചകൾക്ക് പതിറ്റാണ്ടിനെ പഴക്കമുണ്ടെങ്കിലും 2019 കേന്ദ്ര സർക്കാർ ഇത്തരം പദ്ധതികളുടെ നിർമ്മാണം സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുന്നത്. 6 പദ്ധതികളാണ് 2019 ബജറ്റിൽ നിർദ്ദേശിച്ചത്. ഇതിൽ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ് എന്നീ 3 നഗരങ്ങളെ ബന്ധിപ്പിക്കാൻ അതിവേഗ റെയിൽവേ ഇടനാഴി പദ്ധതി അവതരിപ്പിക്കാനൊരുങ്ങി കേന്ദ്രം. ഇതോടെ 3 നഗരങ്ങളിലേക്കും യാത്ര ചെയ്യുവാനുള്ള സമയം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ഹൈദരാബാദിൽ നിന്ന് ബംഗളൂരുവിലേക്ക് വെറും 2 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാനാകും വിധത്തിലാണ് പദ്ധതി ഒരുങ്ങുന്നത്. ശേഷം ബംഗളൂരുവിൽ നിന്ന് 20 മിനിറ്റ് കൊണ്ട് ചെന്നൈയിലേക്ക് എത്താം. ഇതോടെ 3 നഗരത്തിലും യാത്ര ചെയ്യാനെടുക്കുന്ന സമയം 10 മണിക്കൂർ വരെ കുറയ്ക്കാനാകും. 320 കിലോമീറ്റർ വേഗതയിലായിരിക്കും അതിവേഗ റെയിൽ ഇടനാഴിയിൽ ട്രെയിൻ സഞ്ചരിക്കുക. പുതിയ പദ്ധതി നടപ്പിലാക്കുന്നതോടെ 3 നഗരങ്ങളിൽ സഞ്ചരിക്കുന്നതിന് വിമാനയാത്രയേക്കാൾ കൂടുതൽ സൗകര്യം ഒരുങ്ങും. പാതയിലൂടെ പരമാവധി മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗത്തിൽ ട്രെയിനിന് സഞ്ചരിക്കാൻ സാധിക്കും. 12 സ്റ്റോപ്പുകളുള്ള പാതയിൽ 2.58 മണിക്കൂറായിരിക്കും യാത്ര പൂർത്തീകരിക്കാൻ വേണ്ടിവരിക. 250 കിലോമീറ്ററാണ് ശരാശരി വേഗത. ജപ്പാൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡാണ് പാത നിർമ്മിക്കുന്നത്. 1.08 ലക്ഷം കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഗുജറാത്ത്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെ നിർമ്മിക്കുന്ന പാതയ്ക്കായി ജപ്പാനും സാമ്പത്തിക സഹായം നൽകുന്നു. 0.1% പലിശ നിരക്കിലാണ് ജപ്പാനും പദ്ധതിക്ക് വായ്പ നൽകുക. 10,000 കോടി രൂപയാണ് പദ്ധതിയുടെ കേന്ദ്ര വിഹിതം. ഗുജറാത്ത്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾ 5,000 കോടി വീതവും വിനിയോഗിക്കും. സാങ്കേതികവിദ്യ ജപ്പാന്റെ ഷിങ്കൻസെൻ സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയാണ് പദ്ധതി ഒരുങ്ങുന്നത്. ഇരട്ട ട്രാക്കുകളുള്ള ഒരു സിംഗിൾ ട്യൂബ് ടണലായാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിനൂതന റോളിംഗ് സ്റ്റോക്ക് സിഗ്നലിംഗ് സംവിധാനങ്ങളും പദ്ധതിയുടെ പ്രത്യേകതയാണ്. 2015 സാധ്യതാ പഠനം ആരംഭിച്ച് 2021 നിർമ്മാണം ആരംഭിച്ച മുംബൈ ഹൈദരാബാദ് ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴി 2028 പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1.65 ലക്ഷം കോടി രൂപ പ്രതീക്ഷിച്ചിരുന്ന പദ്ധതിയുടെ ചെലവ് ഉയരുകയാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും കേന്ദ്രത്തിന്റെ ഈ ഒരു പദ്ധതി ഒരു സ്വപ്ന പദ്ധതിയായി തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിവേഗ റെയിൽവേ പാത എന്ന ആശയത്തിന്റെ ചർച്ചകൾക്ക് വളരെ പഴക്കമുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇത്തരം പദ്ധതികളിലൂടെ നിർമ്മാണം സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുന്നത് അതിവേഗമായിരുന്നു. 6 പദ്ധതികളാണ് നേരത്തെ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചത്. ഇതിൽ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ നിർമ്മാണം ഉടനടി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്.